നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ റബ്ബർ വില, അതായത് 23/4/2025 റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റസ്റ്റ് വിലയിൽ വലിയ വർധനവ്. കേരളത്തിലും വിദേശത്തും റബ്ബർ വില വർദ്ധിക്കുന്നു. കർഷകർ ശരിയ സന്തോഷത്തിൽ. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് RSS-4 കിലോ 198, RSS-5 കിലോ 195, ISNL 20 കിലോ 177, ലാറ്റക്സ് 60% 147.60 പൈസയും. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS-4 കിലോ 198, RSS-5 195. ഇതാണ് കൊച്ചി വില. കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് 1 കിലോ 189.50 പൈസയും, ലോട്ട് 181 മുതൽ 186. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം RSS-4 കിലോ 190, RSS-5 187, ISNL 171 മുതൽ 172. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ 110 മുതൽ 120 രൂപയാണ് കിലോയുടെ പുറത്ത്. ഇന്നത്തെ കേരളത്തിൻ്റെ വില RSS-4-ഉം 5-ഉം 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. ISNL കിലോ 3 രൂപയും ഒട്ടുപാൽ 4 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് അൺകാർബിൾഡ് കിലോ 721, പുതിയത് കിലോ 711, കാർബിൾഡ് 741 കിലോയുടെ പുറത്ത്. ഇനി സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 9290, ഒരു പവൻ 74,320 രൂപയാണ്. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം നോക്കുമ്പോൾ 10,135, ഒരു പവൻ 81,080 രൂപയാണ്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ ഇപ്പോഴും 85 രൂപയാണ്. അതേസമയം വെളിച്ചെണ്ണ ഉയരത്തിൽ തന്നെയാണ്. ലിറ്റർ മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ 360 രൂപയാണ് ലിറ്ററിൻ്റെ പുറത്ത് ഇപ്പോൾ. കശുവണ്ടി 120, കൊക്കോ 350 ഉള്ളത്. കൊപ്ര എടുത്തുപിടി 178. ഇനി അടയ്ക്ക വില നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420 രൂപയാണ്. ജീവിതത്തിലെ വലിയ ക്രൂരത എന്ന് പറയുന്നത് വിശ്വസിച്ചവരെ വഞ്ചിക്കുന്നതും സഹായിച്ചവരെ മറക്കുന്നതുമാണ് മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത. പക്ഷെ മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹം അവൻ ചത്താലും മരിക്കത്തില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ നായയ്ക്ക് ഒരു നേരം ആഹാരം നമ്മൾ കൊടുക്കുമ്പോൾ അത് വീണ്ടും വാലാട്ടിയെങ്കിലും നമ്മളെ അത് സ്നേഹപ്രകടനം പ്രകടിപ്പിക്കും. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു പാഠം തന്നെയാണ്. കാര്യം, നമ്മൾ ആരെങ്കിലും സഹായിച്ചെന്ന് വിചാരിച്ച് അവരെ തിരിച്ചവർ സഹായിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.